കാലിപ്പൻ മാഷിന്റെ ആമ്പൽപ്പൂവ്. രചനാവതരണം നന്ദു അച്ചു കൃഷ്ണ. മോനെ, നിനക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പോയിട്ട് തിരിച്ചു വരാം. അവസാന പീസ് ഇഡലിയും വായിലേക്ക് വെച്ചുകൊണ്ട് അയാൾ പിന്നെയും യദുവിന്റെ മുഖത്തേക്കാണ് നോക്കിയത്. എന്റെ അശോകേട്ടാ, എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ രാവിലെ വരില്ലല്ലോ. അതല്ല, ഇവളെ ഞാൻ നല്ലോണം നോക്കില്ല എന്നാണ് പേടിയെങ്കിൽ ചേട്ടൻ തിരിച്ചു വന്നോ? മറു ചോദ്യം അയാൾക്ക് നേരെ എറിഞ്ഞുകൊണ്ട് സാവധാനത്തിൽ അവൻ ആഹാരം പിന്നെ എടുത്തു. ആഹാ, എങ്കിൽ പിന്നെ പരീക്ഷയൊക്കെ എഴുതിയിട്ട് സമാധാനത്തിൽ തിരിച്ചു വന്നാ മതി. ആ യദു, കുഞ്ഞമ്മയുടെ വീട്ടിൽ അധിക നേരമൊന്നും വേണ്ടി വരില്ലല്ലോ അല്ലേ? ഇല്ല അശോകേട്ടാ, കൂടിപ്പോയ ഒരു 1.5 മണിക്കൂർ. മുത്തശ്ശിയെ ഒന്ന് കാണണം, കുഞ്ഞമ്മയ്ക്ക് അമ്മ തന്ന സാധനങ്ങളൊക്കെ കൊടുക്കണം, പിന്നെ ഊണും കഴിക്കണം. ആ നേരം അത്രേ വേണ്ടി വരൂ. ഇവിടെ നിന്നും 10-15 മിനിറ്റ് ദൂരമേ ഉള്ളൂ പോലും ഏതെന്റെ അമ്മ വീട്ടിലേക്ക്. ഇവിടേക്കാണ് വരുന്നതെന്നറിഞ്ഞതും അനിയത്തിക്കായി എന്തൊക്കെയോ സാധനങ്ങൾ കൊടുത്തുവിട്ടിട്ടുണ്ട് ചേട്ടത്തി. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്കാവും പോകുന്നതെന്ന് ഏതൻ മുൻകൂറായി അശോകനോട് പറഞ്ഞിരുന്നു. അശോകനും നേരിട്ടറിയാവുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ അദ്ദേഹം മറുത്തൊന്നും പറഞ്ഞില്ല. ഒപ്പം ഈ പറഞ്ഞ അമ്മയുമായി അശോകനും തായ് വഴിയിലൊരു ബന്ധമുണ്ട്. ഒരു ചിരിയോടെ മറുപടി പറയുമ്പോൾ അവന്റെ മുഖത്തും കണ്ടു ആ ഒരു സന്തോഷം. അവന്റെ പുഞ്ചിരിയിൽ അവൾ ഒരു നിമിഷം നോക്കി നിന്നു. ഇത്തിരി നേരമായിട്ടേ ഉള്ളൂ മുഖത്ത് ഈ സന്തോഷം കണ്ടു തുടങ്ങിയിട്ട്. ശരിക്കും പറഞ്ഞാൽ അച്ഛൻ ചോദിച്ച ചോദ്യത്തിന് സാറിന്റെ കൂടെ വന്നോളാം എന്നുള്ള മറുപടി കിട്ടിത്തുടങ്ങിയപ്പോൾ മുതൽ ഒരു തരത്തിൽ മറുപടി അച്ഛനും വലിയ സമാധാനമായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് ബാങ്കിൽ പോയി അവരുടെ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് പിന്നെയും തിരിച്ചു വരിക എന്നൊക്കെ പറഞ്ഞാൽ വല്ലാത്ത യാത്രയായി പോകും. ഇതിപ്പോ അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ലല്ലോ. ആ ഒരു ചിന്തയോടെ തല ഉയർത്തി നോക്കുമ്പോഴാണ് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് തന്നെ മാത്രം നോക്കിയിരിക്കുന്നവനെ കണ്ടത്. അവന്റെ നോട്ടം തന്റെ മുഖത്തും കഴിച്ചുകൊണ്ടിരിക്കുന്ന പാത്രത്തിലേക്കുമാണെന്ന് കണ്ടതും ഇത്തിരി മുന്നേ വരെ ഉണ്ടായിരുന്ന വെപ്രാളം വണ്ടിയും പിടിച്ച് പിന്നെയും തിരികെ എത്തി. കാരണം അച്ഛൻ കൈ കഴുകാൻ പോയിട്ട് കുറച്ചായി. മുന്നിലിരിക്കുന്ന ആളുടെ പ്ലേറ്റിലും മിച്ചമൊന്നും കാണാനില്ല. എന്നാൽ തന്റെ മുന്നിലേക്ക് നോക്കിയാൽ കൊണ്ടുവന്ന് വെച്ച ദോശയുടെ പകുതി മുക്കാലും ഇപ്പോഴും അവിടെ തന്നെയാണ്. ഇപ്പോ കിട്ടുന്ന ഈ ദഹിപ്പിക്കുന്ന നോട്ടം അതിന്റെയാവും. മറ്റൊന്നും പറയാതെ അവൾ പിന്നെയും പാത്രത്തിലേക്ക് നോക്കി ദോശ കഴിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും അച്ഛൻ മടങ്ങി വന്നിരുന്നു. ഇതുവരെയും തീർന്നില്ലേ മോളെ? അവൾ കഴിച്ചുകൊണ്ടിരുന്ന പാത്രത്തിലേക്കും ആ മുഖത്തേക്കും മാറി മാറി നോക്കിക്കൊണ്ട് അയാൾ ചോദിച്ചതും മതിയായെന്ന് പറഞ്ഞ് മുന്നിലിരിക്കുന്നവനെ നോക്കാതെ തന്നെ അവൾ എഴുന്നേറ്റു. ഇതിപ്പോ ഒട്ടും കഴിച്ചില്ലല്ലോ അമ്പു. ആ ചോദ്യം മുഴുവനായി കേട്ടോ എന്നുപോലും അറിയില്ല. അതിനു മുന്നേ അവൾ പുറത്തേക്ക് ഓടിയിരുന്നു. ഒരുവന്റെ മുന്നിൽ നിന്നും രക്ഷപ്പെടാനുള്ള പകപ്പാടോടെയാണ് ഓടിയത്. പക്ഷെ പുറത്തേക്കിറങ്ങിയതും ചുറ്റും നിൽക്കുന്നവരെല്ലാം കണ്ടവൾ ഭയന്ന് ഒരു ചുവട്ടടി ബാക്കിലോട്ട് വെച്ചതും അവളുടെ ഇടത് കൈത്തണ്ടിൽ പിടിച്ച് ഒരുവൻ വാഷ്റൂമിലേക്ക് കൊണ്ടുപോയിരുന്നു. അവിടെ എത്തി കൈ അയച്ചതും അവൾ കൈ കഴുകി അവനെ നോക്കി. പിന്തിരിഞ്ഞ് ഒരു നോട്ടം പോലുമില്ലാതെ അവൻ പുറത്തേക്കിറങ്ങിയതും അവളും പിന്നാലെ കൂടി. അവിടെ നിന്നിറങ്ങി അവർ നേരെ പോയത് കുറച്ചപ്പുറം മാറിയുള്ള ബസ് സ്റ്റോപ്പിലേക്കായിരുന്നു. അവിടെ വണ്ടി ഒതുക്കി പുറത്തേക്കിറങ്ങിയതും അശോകന് പോകാനുള്ള ബസ് കണ്ടു. പിന്നെ കൂടുതൽ ഒരു യാത്ര പറച്ചിലോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ തന്നെ ബസ്സിലേക്ക് കയറിയിരുന്നതും അവൻ വണ്ടിയെടുത്തു. അവിടെ നിന്നും തിരിച്ചെത്തിയവൻ കാണുന്നത് കാറിന്റെ സൈഡിൽ തന്നെ നോക്കി നിൽക്കുന്നവളെയാണ്. അവിടേക്ക് വന്ന് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറുമ്പോൾ ഒരു നോട്ടം നോക്കി. അതിന്റെ അർത്ഥം അറിഞ്ഞ പോലെ അവൾ മുന്നിലെ സീറ്റിലേക്ക് കയറിയിരുന്നു. കഴിഞ്ഞ 3-3.5 മണിക്കൂറായി ഒപ്പമുണ്ട്. ഈ നേരം വരെ ചിലപ്പോഴെത്തുന്ന നോട്ടങ്ങളല്ലാതെ ഒരു വാക്കുപോലും തന്നോട് സംസാരിച്ചിട്ടില്ല. അതിന്റെ കാരണം ഏകദേശം ഒരു ഊഹമുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അങ്ങോട്ട് കയറി ചോദിക്കാനും പോയില്ല. ആ ഒരു ചിന്തയോടെ ഇടതുവശത്തേക്ക് നോക്കുമ്പോഴാണ് കണ്ടത് വണ്ടി എവിടെയോ ചേർത്ത് ഒതുക്കുന്നു. അവൾ കണ്ണൊന്ന് ചിമ്മി അടച്ച് അവന് നേരെ നോക്കി. കിട്ടാനുള്ള വഴക്കെല്ലാം കേൾക്കാൻ എന്ന പോലെ. പക്ഷെ അവളെ ഞെട്ടിക്കൊണ്ട് അവൻ ഡോറ് തുറന്നിറങ്ങുകയാണ് ചെയ്തത്. ഒന്നും മനസ്സിലാവാതെ കാറിൽ തന്നെ ഇരുന്നവൾക്കായി ആ വശത്തു പോയി അവൻ ഡോറ് തുറന്നു കൊടുത്തു. ചോദ്യത്തോടെയുള്ള നോട്ടം കണ്ടതും ഇറങ്ങുമെന്ന് മാത്രം മിഴികൾ മറുപടി പറഞ്ഞു. പുറത്തേക്കിറങ്ങിയതും ഡോർ ലോക്ക് ചെയ്തുകൊണ്ട് അവളുടെ ഇടത് കൈയിൽ പിടിച്ചവൻ നടന്നു. ഇത്തിരി മുന്നിലേക്ക് നടന്നതും കാണുന്നത് കുഞ്ഞൊരു ക്ഷേത്രമാണ്. അത് കണ്ടതും ആ മുഖം വിടർന്ന് ഒപ്പം നിൽക്കുന്നവനെ നോക്കി. ഗണപതി ക്ഷേത്രമാണ്, വേഗം പോയി തൊഴുതിട്ട് വാ. ചിരിയോടെ തലയാട്ടി നടക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ പിന്തിരിഞ്ഞു നിന്നു. ഷർട്ട് ഊരാൻ വയ്യാത്തതുകൊണ്ടാ, നീ പോയിട്ട് വാ.
ആ നിൽപ്പ് എന്തിനാണെന്നറിഞ്ഞുകൊണ്ട് അവൻ പെട്ടെന്ന് മറുപടി കൊടുത്തു. പിന്നെ പെണ്ണിന്റെ നോട്ടം അവനിലേക്ക് തന്നെ എത്തി. തല ഒന്ന് വിലങ്ങനെ ആട്ടി ഷർട്ടിന്റെ ബട്ടൺ തുറന്നുകൊണ്ട് അവൾക്കൊപ്പം നടന്നതും പെണ്ണ് സന്തോഷത്തോടെ അവനെയും ചേർന്ന് ക്ഷേത്രത്തിലേക്ക് ചുവടുകൾ വെച്ചു. അരികിലാണ് നിൽക്കുന്നതെങ്കിലും അവള് പറയുന്നൊന്നും വ്യക്തമല്ല. തുടങ്ങിയിട്ട് നേരെ കുറെയായി. ഇതിപ്പോ എക്സാം എഴുതാൻ പോകാതെ പെണ്ണ് ഇവിടെ കൂടുമോന്നായി അവന്റെ ഭയം. അല്ലെങ്കിലും അവളും അവളുടെ ഭഗവാനും തമ്മിലുള്ള കഥകൾ രമ്യ പറഞ്ഞ് നല്ലപോലെ അറിയാം. പെണ്ണിന് ആളെ കാണുമ്പോൾ കൊഞ്ചലും കുറുമ്പും വഴക്കും ഒക്കെ ശരിക്കും കൂടുതലാണെന്ന് അന്ന് പറയുമ്പോൾ അത് ഇത്രയും ഉണ്ടാകുമെന്ന് കരുതിയില്ല. ഇതിപ്പോ ചിരിച്ചും കരഞ്ഞും ചുണ്ടു ചുളുക്കിയും എന്തൊക്കെയോ ചറുപറെ പറയുകയാണ്. സത്യം പറഞ്ഞാൽ അവളുടെ കുറുമ്പൊക്കെ കാണാൻ നല്ല ചേലുണ്ട്. നോക്കി നിൽക്കാൻ തോന്നും പോലെ അത്രയും രസം. പക്ഷെ നേരവും സമയവും ശരിയല്ല. അല്ലെങ്കിൽ ഇന്നൊരു ദിവസം മുഴുവനും അവളിവിടെ നിന്നോട്ടെ എന്ന് കരുതും പോലെ പെണ്ണിനൊപ്പം നിൽക്കായിരുന്നു. അവളെ ശല്യം ചെയ്യാതെ ഒരു നോട്ടം നോക്കി തന്നെ വലത്തിട്ട് നടന്നു. പക്ഷെ പ്രസാദം വാങ്ങി ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും അവൾ അവിടുന്ന് മാറുന്നില്ല. ഇനിയും വിളിക്കാതെ നിന്നാൽ അവൾക്ക് പകരം ഭഗവാൻ പോയി പരീക്ഷ എഴുതേണ്ടി വരുമെന്നൊരു തോന്നൽ വന്നതും അവൻ പോയി പെണ്ണിനെ തട്ടി വിളിച്ചു. ആ മുഖം മാറിയിട്ടുണ്ട്. വിളിച്ചത് ഒട്ടും ഇഷ്ടമായിട്ടില്ല എന്ന് വ്യക്തം. അതെ, ഇന്ന് മുഴുവൻ ഇവിടെ നിന്നാൽ എക്സാം എഴുതാൻ പോകണ്ടേ കുഞ്ഞേ? നേരെ ഉണ്ടല്ലോ. ഇടത് കൈ ചരിച്ച് വാച്ചിൽ നോക്കുന്നതിനൊപ്പം ആ ചുണ്ടൊന്ന് കൂർത്തു. നേരെയില്ലാട്ടോ. പറയുന്നതിനൊപ്പം തന്നെ അവളുടെ തോളിൽ പിടിച്ച് മെല്ലെ തള്ളി അപ്പുറം തിരുമേനി നിൽക്കുന്നിടത്ത് കൊണ്ട് നിർത്തി. എന്തുപറ്റി? താൻ തള്ളിക്കൊണ്ട് നിർത്തുന്നത് കണ്ടതും ആളുടെ മുഖത്ത് ആ ഒരു വിഷമവും ഒക്കെ തിരുമേനി ചോദിച്ചതും പെണ്ണിന്റെ കണ്ണു വന്നു നിന്നത് തന്റെ നേരെയാണ്. മറുപടി ഞാൻ പറയട്ടെ എന്ന പോലെ. അത് കണ്ടതും അറിയാതെ തല വിലങ്ങനെ ആട്ടിക്കൊണ്ട് ചിരിച്ചുപോയി. ഒന്നുമില്ല തിരുമേനി. അകത്തിരിക്കുന്ന ആളും ഈ ആളും തമ്മിൽ ഭയങ്കര കൂട്ടാ. ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് അകത്തിരിക്കുന്നത്. അപ്പോ അവിടുന്ന് വിളിച്ചുകൊണ്ട് വന്ന ദേഷ്യം ഇത്. പക്ഷെ രാവിലെ എക്സാം ഉണ്ട്. കൂട്ടുകാരെ ഒരുമിച്ച് നിർത്തി കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് വരട്ടെ എന്ന് വെച്ചാ ഇതിന് പോകാൻ കഴിയില്ല. അതിന്റെ ഒരു പിണക്കമായി കാണുന്നത്. ഇത്തിരി കളിയാക്കലോടെയാണ് തിരുമേനിയോട് അത് പറഞ്ഞെങ്കിലും തിരുമേനി അവിടെ കണ്ടത് അവന്റെ ഹൃദയം തൊടുന്ന സ്നേഹം തന്നെയായിരുന്നു. അത്രയ്ക്ക് നിർത്തി കുഞ്ഞു കുട്ടികളോട് കളി പറയും പോലെ ഒരുവൻ. അതിസന്തോഷത്തോടെ തിരുമേനി ചിരിച്ചുകൊണ്ട് അവർക്ക് പ്രസാദം നൽകി. പോയി നന്നായിട്ട് പരീക്ഷ എഴുതിയിട്ട് വാ കേട്ടോ. പിന്നെ കൂട്ടുകാരൻ ഇവിടെ തന്നെ ഇല്ലേ? ഒരു വിളിക്കപ്പുറം. അതുകൊണ്ട് വിഷമമൊന്നും മനസ്സിൽ വിചാരിക്കേണ്ട. സന്തോഷായിട്ട് പോയിട്ട് വാട്ടോ. അവളുടെ മനസ്സ് കണ്ടുപോലെ അത്രയും സ്നേഹത്തോടെ അദ്ദേഹം പറഞ്ഞതും അവളുടെ മുഖവും വിടർന്നു. ഇറങ്ങുന്ന നേരം മുന്നിൽ നടന്നവനെ കയ്യിൽ പിടിച്ചു നിർത്തി ആ നെറുകയിൽ കളഭം ചാർത്തി കൊടുക്കുമ്പോൾ അറിയാതെ പോലും ഒരു അനുവാദത്തിനായി അവളുടെ മനസ്സോ മുന്നേ നടക്കുന്നത് എന്തോ നടന്നോ എന്ന് അവനോ തോന്നിയില്ല. ഷർട്ട് ഇട്ട് നടന്ന് കാറിൽ കയറിയതും ഒരുത്തി അതിൽ കയറാതെ തത്തിക്കളിക്കുന്നത് അവൻ ശ്രദ്ധിച്ചിരുന്നു. അമലു ഇത്തിരി ഗൗരവത്തോടെ വിളിച്ചതും കയറിയിരിക്കുന്ന കണ്ടു. അവിടുന്ന് വണ്ടിയെടുത്ത് വളവ് തിരിയുമ്പോഴും തന്നെ നോക്കിയിരിക്കുന്നവളെ കണ്ടില്ലെന്ന് അടിച്ചു. ഇത്തിരി മുന്നോട്ട് നീങ്ങിയൊരു ചെറിയ കട കണ്ടതും നിർത്തി. ഇറങ്ങ്. കാര്യം മനസ്സിലാക്കാതെ തന്നെ നോക്കിയിരിക്കുന്നവളോട് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. വാ. ഇറങ്ങിയിട്ട് തന്നിൽ നിന്ന് നോട്ടം മാറ്റാതെ നിൽക്കുന്നവളുടെ അടുത്തേക്ക് ചെന്ന് വലം കയ്യേറ്റിലേക്ക് ചേർത്ത് പിടിച്ച് അങ്ങോട്ടേക്ക് നടന്നു. എവിടെ എന്തിനാ? മറുപടിയൊന്നും കൊടുക്കാതെ കടയുടെ സൈഡിൽ 4 ചെയർ കിടന്നിടത്തേക്ക് കൊണ്ടുപോയി അവളെ അരികിലേക്ക് കയറ്റിയിരുത്തി. എനിക്കൊന്നും വേണ്ട. കടയും കയറ്റിയിരിക്കുന്നതും ഒക്കെ കണ്ടതും പെണ്ണ് പെട്ടെന്ന് കയറി പറഞ്ഞു. എന്നാൽ അതൊന്നും തന്നെ ബാധിക്കാത്ത പോലെ അവൻ അവിടത്തേക്ക് ചെന്ന് ചേട്ടനെ നോക്കി ദോശ പറഞ്ഞു. വേണ്ട. അവന്റെ കയ്യിൽ അമർത്തി പിടിച്ച് മെല്ലെ പെണ്ണ് പറഞ്ഞു. ആ ചേട്ടാ, ദോശ വലുത് വേണ്ട കേട്ടോ. കുഞ്ഞത് 3 എണ്ണം മതി. അവളെ ഒന്ന് നോക്കുപോലും ചെയ്യാതെ പറയുന്ന കേട്ടതും പെണ്ണ് പിന്നെയും മുഖം വീർപ്പിച്ചു. ഇത്തിരി അങ്ങോട്ട് കഴിഞ്ഞതും ദോശ എത്തി. അത് കണ്ടതും ആ മുഖം വീർക്കുകയും ചെയ്തു. കണ്ണ് നിറയാൻ എന്നപോലെ തുളുമ്പാനും തുടങ്ങി. കരഞ്ഞാൽ ഞാൻ തല്ലിക്കരയ്ക്കും കേട്ടോ കുഞ്ഞി. അവൻ കണ്ണുവെട്ടി ആദ്യ പീസ് അവൾക്ക് നേരെ നീട്ടിയതും പെണ്ണ് അന്തം വിട്ടപോലെ ആ മുഖത്തേക്ക് കയ്യിലേക്ക് മാറി മാറി നോക്കി. എന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കാതെ ഇത് വായിലേക്ക് വെച്ചേ. അവൻ ഇത്തിരി ഇരുത്തി പറഞ്ഞതും പെണ്ണിന്റെ കണ്ണുകൾ ചുറ്റുപാടും പരതി. മറ്റാരുമില്ല. എന്നാലും ആ ചേട്ടനും ചേച്ചിയും കാണുമോ എന്നുള്ള ഭയത്തിൽ അവൾ കണ്ണുകൾ താഴ്ത്തി. അമലു.
അവരൊക്കെ നോക്കും. ആഹാ, അപ്പൊ അവരൊക്കെ നോക്കിയില്ലേ കുഴപ്പമില്ല. അതുവരെ കാത്തു സൂക്ഷിച്ച ഗൗരവം ഒരു നിമിഷം അവനറിയാതെ അഴിഞ്ഞു വീണു. ആ ചുണ്ടുകൾ കൂർത്തിടത്തേക്ക് അവൻ ദോശ നീട്ടിയതും പെണ്ണ് വായു തുറന്നു. ആഹാരം കഴിക്കാതെ അതിനകത്തോട്ട് കയറി വെറുതെ ടെൻഷനായാലുണ്ടല്ലോ, പഠിച്ചതുപോലും നീ മറന്നുപോകും. കാര്യത്തോടെ പറയുന്നതിനൊപ്പം കുഞ്ഞു കുഞ്ഞു പീസുകൾ അവളുടെ വായിലേക്ക് വെച്ചു കൊടുക്കാൻ തുടങ്ങി അവൻ. ആ ചേട്ടാ, കുറച്ചു മുന്നേ ആഹാരം എടുത്തു കൊടുത്ത ചേട്ടനെ അവൻ ഉറക്കെ വിളിച്ചതും പെണ്ണിന്റെ ഇരു കൈകളും അവന്റെ ഇടതുകൈയിൽ അമർന്നു. എന്തിനാ വിളിക്കുന്നേ? കഴിഞ്ഞിരിക്കുന്ന 1.5 ദോശയ്ക്കും അപ്പുറം പിന്നെയും അവൻ പറയുമോ എന്നുള്ള പേടിയും, ഇതുവരെ അവൻ തനിക്ക് വാരിത്തരുന്നത് കാണാത്ത ആളെ ഇനി വിളിച്ചു കാണിക്കുകയാണോ എന്നുള്ള ചമ്മലും പെണ്ണിന്റെ നഖങ്ങൾ അമർന്നത് ആ കൈത്തണ്ടയിലായിരുന്നു. നോവിക്കല്ലേ കുഞ്ഞേ, അവളുടെ മുഖത്ത് നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് ആളെ അടുത്ത് വിളിച്ച് ബൂസ്റ്റ് ഇട്ട പാല് പറഞ്ഞു. നിക്ക് വേണ്ട. പീറുപുറത്തത് കേട്ടെങ്കിലും അവനത് കേൾക്കാൻ നിൽക്കാതെ അദ്ദേഹത്തോട് പറഞ്ഞു. ഞാൻ കുടിക്കില്ലേ, ഇത് തന്നെ വയറ് പൊട്ടാറായി. ഞാൻ കുടിക്കുമേ, പൊട്ടിയ വയർ ഞാൻ തന്നെ തുന്നി വെച്ചോളാമേ. അവളെ കളിയാക്കി അടുത്ത പീസ് കൊടുത്തതും പെണ്ണ് മനഃപൂർവ്വം ആ വിരൽത്തുമ്പിൽ കടിച്ചു. നോവിക്കുന്നത് കൂടുന്നുണ്ട് കേട്ടോ, ഞാനും മെനക്കെട്ട് നോവിക്കാൻ തുടങ്ങിയ മോള് പാടുപെടും. അവൻ പറഞ്ഞതും പെണ്ണ് മിഴികൾ താഴ്ത്തി. പിന്നെ അത് നിവർന്നില്ല. ഇത്തിരി നേരം കഴിഞ്ഞ് അദ്ദേഹം ചൂടാറ്റി കൊണ്ടുവന്ന പാല് കുടിക്കില്ലെന്ന് വാശി പിടിച്ചവളെ കണ്ണുരുട്ടിയും പേടിപ്പിച്ചും പാതി അവൻ കുടിപ്പിച്ചു. മതി, സത്യമായിട്ട് ഇനി എന്റെ വയറ് പൊട്ടിപ്പോവും. പെണ്ണ് കരയുമെന്ന് തോന്നിയതും അവൻ ചുണ്ടിൽ പറ്റിപ്പിടിച്ചിരുന്ന പാല് ഇടത് കൈ കൊണ്ട് തുടച്ചു കൊടുത്തു. ഒപ്പം അവള് കുടിച്ചതിന്റെ ബാക്കി കുടിച്ചുകൊണ്ട് എഴുന്നേൽക്കുകയും ചെയ്തു. അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.